ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ഡിയർ സിസ്റ്റേഴ്സ്, എല്ലാവരും 2025 ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മാസം ഉണ്ടല്ലേ. അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ റജബിലാണുള്ളത്. അപ്പം നമ്മൾ റജബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീഡ്സ്, റമളാനിലേക്ക് വേണ്ടിയിട്ടുള്ള സീഡ്സ് അങ്ങ് വിതയ്ക്കേണ്ട മാസമാണെന്നും, ഷാബാൻ എന്ന് വെച്ചാൽ നമ്മളതിന് ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊടുക്കേണ്ട സമയമാണെന്നും, റമളാൻ നമ്മളതിൻ്റെ ഫ്രൂട്ട്സ് റീപ്പ് ചെയ്യുന്ന സമയമാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സാക്ട്ലി വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലേ. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. റമളാനിലേക്ക് വേണ്ടി നമ്മൾ റമളാനിൻ്റെ അന്ന് തുടങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ റജബിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ഇതുവരെയും നമുക്ക് ഗോൾസ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആരും വിഷമിക്കേണ്ട. നമുക്ക് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാം. സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹാബിറ്റ്സും റുട്ടീൻസൊക്കെ നമ്മുടെ കുറച്ച് ഇബാദത്ത് നമ്മുടെ ലൈഫിലോട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഈ വർഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇൻഷാ അള്ളാഹ് കുറച്ച് സ്പിരിച്വലായിട്ടുള്ള ഇബാദത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ലൈഫിലോട്ട് ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ നമസ്കാരം അല്ലേ. നമസ്കാരം വളരെ കൃത്യമായിട്ടും അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ വേണ്ടി നോക്കുക. സമയം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ആരാധനയാണ് നമസ്കാരം എന്ന് വെച്ചാൽ. അപ്പം സലാ ഓൺ ടൈം ഈസ് മാൻഡേറ്ററി. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സല അതിൻ്റെ സമയത്ത് നിർവഹിച്ചേ പറ്റൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ ഒരു ഇബാദത്തിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അള്ളാഹിനെ കാണാനും അള്ളാഹിനോട് സംസാരിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയിട്ടും നമ്മൾ റെഡിയായിട്ടിരിക്കണം. നമ്മൾ ബാങ്ക് വളരെ സൂക്ഷ്മമായി കേട്ട് ജവാബൊക്കെ കൊടുത്ത് വളരെ റെഡിയായിട്ട് ഖുശൂവോടുകൂടി തന്നെ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഫസ്റ്റ് നമ്മൾ സലാക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അതാദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. സല ഫിക്സ് ചെയ്താൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അത് ഫിക്സ് ആയിക്കോളും. ഓക്കെ. അപ്പോൾ സെക്കൻഡ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തഹജ്ജുദ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥ അനുസരിച്ചിട്ട് വിൻ്റർ സീസൺ അല്ലേ. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്ന സമയമാണ്. 5:30-ക്കൊക്കെയാണ് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത്. അപ്പം ഒരു 5 മണിക്ക് എണീറ്റാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമസ്കരിക്കാൻ വേണ്ടി പറ്റും. തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ദുആ ഒക്കെ ചെയ്ത് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ആ ദിവസത്തെ കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഒരുപാട് ബറക്കത്ത് കിട്ടുന്ന സമയമാണ്. അപ്പോൾ അള്ളാഹിനോട് നന്നായിട്ട് ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനൊക്കെ പറ്റുന്ന സമയമാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ സമയം നമുക്കതൊരു ശീലമാക്കി വന്നാൽ നമുക്ക് പിന്നീട് നമുക്കതിന് വളരെ ഗ്രോത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഏറ്റവും ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു വിൻ്റർ സീസണിന്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ലുഹ നമസ്കാരം. നമുക്ക് ഐശ്വര്യത്തെ കൊണ്ടുതരുന്ന നമസ്കാരം എന്നാണ് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹു തന്നിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഈ 360 മസിൽസോ ബോൺസോ എന്തോ അതിന് നമ്മളെ നന്ദി കാണിച്ച ഒരു പ്രതിഫലമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അൽഹംദുലില്ലാ, നമ്മൾ ലുഹാ നമസ്കാരം നമ്മളൊരു ഹെക്റ്റിക്കായിട്ടൊക്കെ ചിലപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം. ആ സമയത്ത് നമ്മളൊന്ന് വുളൂ ചെയ്ത് നമസ്കരിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ലുഹാൻ്റെ സമയത്തോട്ട് നമ്മൾ റെഡിയായിട്ട് നമ്മുടെ പണികളൊക്കെ തീർത്ത് റെഡിയായിട്ട് അവരെ നമസ്കരിച്ചാൽ അൽഹംദുലില്ലാ ഒരുപാട് സൂത്തിങ് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടുന്ന സമയമാണ്. അപ്പം ലുഹാ നമസ്കാരം എല്ലാവരും കൊണ്ടുവരാണ്ട് നോക്കുക. വേറെ കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾക്ക് വന്നു പോയ പാപങ്ങളല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മളെ പ്യുവർ ആക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ള ലൈഫായിരിക്കും നമ്മുടേത്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ചിലപ്പം അറിയുന്നുണ്ടാവില്ല ഞാൻ ഇത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. ചിലപ്പം നമ്മൾ തന്നെ ബോധേഡ് ആയിരിക്കില്ല. അപ്പം ഇൻഷാ അള്ളാഹ് എല്ലാവരും ഇസ്തിഗ്ഫാറിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും എത്രത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ എന്ത് വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേൻ്റെ അത്രയും
ഒരു റസൂലുള്ളാൻ്റെ അത്രയും നന്മ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പം ഇസ്തിഗ്ഫാറിനെ നമ്മൾ എന്ത് വന്നാലും അധികരിപ്പിക്കുക. ഒരുപാട് വേർച്യൂസ് ഇസ്തിഗ്ഫാറിനുണ്ട്. അതൊന്നും അത്രയും പറഞ്ഞാൽ പോലും തീരാത്ത അത്രയുമാണ്. അപ്പം നമ്മളെ ലൈഫിലത് ബറക്കയല്ലാതെ, നമ്മളെ ലൈഫിലത് ബെനിഫിറ്റ്സ് അല്ലാതെ ഒന്നും കൊണ്ടുവരില്ല. നമ്മൾ ഈ നമ്മുടെ സമയം ഇതിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവുക. ഇസ്തിഗ്ഫാർ, പിന്നെ എന്താ തഹജ്ജുദ്, ളുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സംസാരം. അപ്പം ഇതൊക്കെ നമുക്ക് എപ്പോഴും ബെനിഫിറ്റ്സ് മാത്രമേ കൊണ്ടുവരുള്ളൂ. വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്വലാത്ത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. നമുക്ക് ഈ ദീനിനെ എത്തിച്ച് തന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മളെ സ്നേഹിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് ബറക്കത്ത് ലൈഫിൽ കൊണ്ടുതരാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ സ്വലാത്ത് കൊണ്ട് വിജയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒരുപാട് എക്സ്പീരിയൻസസും ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു വർഷത്തെ സ്വലാത്ത് കൊണ്ട് എൻട്രി ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ എന്തായാലും സക്സസ് ആവും. എല്ലാം ഈ ലൈഫിലും എറ്റേണൽ ലൈഫിലും നമ്മൾ സ്വലാത്ത് കൊണ്ട് നമ്മൾ സക്സസ് ആവും. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാക്കി തരും. നമുക്ക് വേറൊരു കാര്യം ചെയ്യേണ്ടതാണ്. മോർണിംഗ് ആൻഡ് ഈവനിങ് അദ്കാർ. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറിൻ്റെ സമയങ്ങൾ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി നോക്കുക. ചിലപ്പോൾ രാവിലെയൊക്കെ വളരെ ഇപ്പം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താ പറയുക, സ്കൂളിലയക്കേണ്ടതോ അല്ലെങ്കിൽ മോർണിംഗ് കിച്ചണിൽ പ്രിപ്പറേഷൻസോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലഖ്, നാസ്, ഈ 3 സൂറത്തുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാമല്ലോ. അപ്പം എന്താ പറയുക, ആ 3 സൂറത്ത് ഓതുക. പിന്നെ ചെറിയ ദിക്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു 2 ആഴ്ച കംപ്ലീറ്റ്ലി നോക്കിയിട്ട് ഓതാനൊക്കെ ശ്രമിച്ചാൽ നമുക്ക് ബൈ ഹാർട്ടാകുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. അതേപോലെ തന്നെ അസറിൻ്റെ സമയത്തും നമ്മൾ മാക്സിമം ഈ അദ്കാറിലൊക്കെ ആയിട്ട് മുഴുകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 6 മണി ആകുമ്പോഴേക്കും എല്ലാവരും ഒന്ന് റെഡിയായി ഇരുന്ന് തന്നെ അദ്കാർ ചൊല്ലാൻ വേണ്ടി പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ. നമ്മുടെ ഫാമിലീനെയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടിയിട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ദിക്ർ ചൊല്ലുക. നന്നായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും റബ്ബിനോട് അങ്ങ് ഒരു മടിയുമില്ലാതെ, ഒരു പിശുക്കും കാണിക്കാതെ എല്ലാവരും ചോദിക്കുക. ഒരു പിശുക്കും കാണിക്കരുതേ. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ആരാ ചോദിക്കുക അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളോട് കാണിക്കേണ്ട ഒരു സെൽഫ് ലവിൻ്റെ ഫോമാറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദുആവും ഇസ്തിഗ്ഫാറും സ്വലാത്തും തഹജ്ജുദും നമസ്കാരവും ഒക്കെയും എല്ലാ കാര്യങ്ങളും. അപ്പം അള്ളാഹിനോട് നന്നായിട്ട് കൂടുതൽ അടുത്തിട്ട് ദുആ ചെയ്യുക. ഇനി വേറെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിതൊക്കെയും അറിയാനും പഠിക്കാനും ഒക്കെയും പറ്റിയത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പം എന്താ പറയുക, ഖുർആന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു പേജാണെങ്കിൽ ഒരു പേജ് നിങ്ങൾ അത്രയെങ്കിലും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓതാൻ അറിയാത്തവരാണെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഖുർആൻ കേൾക്കാം, ഖുർആൻ തദബ്ബുർ ചെയ്യാം, ഖുർആൻ തഫ്സീർ വായിക്കാം. അങ്ങനെ എത്രത്തോളം ഖുർആനുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം ഖുർആനിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ എന്താക്കുക, ഇൻഷാ അല്ലാഹ് ലൈഫിൽ കൊണ്ടുവരിക. ഇതിനേക്കാളും കൂടുതൽ ഒരുപാട് അമലുകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം ചെറിയ സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്നവരെ ഇൻഷാ അല്ലാഹ് ചെറിയ സ്റ്റാർട്ടിങ്ങെങ്കിലും കൊടുത്തിട്ട് തുടങ്ങുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ടും വരുന്നത് വരെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.